എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും ദിവസം എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ഒരു ചെറിയ വീഡിയോ ചെയ്യാം കേട്ടോ. അറിയാലോ, ഹെൽത്ത് ഇഷ്യൂസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നിങ്ങൾ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇടാതിരിക്കാൻ മനസ്സ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് അതേപോലെ ഒരു ജനറൽ റീഡിങ്ങും പേഴ്സണൽ റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം ചിലർക്കെങ്കിലും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. പേഴ്സണൽ റീഡിങ്ങിൽ ഞാൻ സ്പെസിഫിക്കലി നിങ്ങളുടെ എനർജിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് നിങ്ങളുടെ എക്സാക്റ്റ് സിറ്റുവേഷൻ എന്താണ്, അതിനുള്ള റെമഡി എന്താണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു ജനറൽ റീഡിംഗ് ആവുമ്പോൾ എത്ര പേര് ആ വീഡിയോ കാണുന്നുണ്ടോ അത്രയും പേരിൽ നിന്നും വളരെ കുറച്ച് ആൾക്കാരുടെ എനർജിയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ എനർജിയാണ് നമുക്ക് കണക്റ്റ് ആവുന്നത് കേട്ടോ. അവിടെ നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ എനിക്കൊരു തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ എനിക്കറിയില്ല എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓപ്പണായിട്ട് പറയുകയാണ് ഞാൻ. കാരണം നമ്മൾ മാജിക് ഒന്നും പഠിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇതൊരു പ്രാക്ടീസാണ്. ഓക്കെ, ഏതൊരു കലയും പോലെ തന്നെ ഇതും ഒരു കലയാണ്, അല്ലെങ്കിൽ ഒരു പഠനമാണ്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ ഒരു സ്പോർട്സ് പഠിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളൊരു കല പഠിക്കേണ്ടതെന്ന് വിചാരിക്കൂ. ഇപ്പോൾ ഭരതനാട്യമാണ്, പാട്ടാണ്, അല്ലെങ്കിൽ ഒരു ടെന്നീസാണ്, എന്തെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടത്. അത് പെർഫെക്റ്റൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക? പ്രാക്ടീസ് ചെയ്യും അല്ലേ? അത് തന്നെയാണ് ഇവിടെയും. ഞങ്ങളും പ്രാക്ടീസ് ചെയ്തിട്ടാണ്, ഒരുപാട് റീഡിങ്ങുകൾ ചെയ്തിട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുമാണ് ഇത് പെർഫെക്റ്റ് ആക്കി എടുക്കുന്നത് കേട്ടോ. ഇപ്പോഴും നമ്മളൊന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞങ്ങളാരും പെർഫെക്റ്റ് അല്ല. ഈ പറയുന്ന ആരും തന്നെ ഫുള്ളി പെർഫെക്റ്റ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് തെറ്റുകൾ പറ്റാം. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ അങ്ങനെ ഒരു ഉത്തരം നമുക്ക് തരാൻ പറ്റുള്ളൂ. ഇത് ജനറലായിട്ട് എന്താണോ അത് മാത്രമേ നമുക്ക്, അതും അന്നത്തെ എനർജി ആരുടെയാണോ കണക്റ്റ് ആവുന്നത് അത് വെച്ചിട്ടേ നമുക്ക് ഒരു റീഡിങ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. കാര്യം എന്താ അറിയോ, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളും എൻ്റെ ഇൻലോസ് കൂടെ ഉണ്ട്, എൻ്റെ കുഞ്ഞു കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും കൂടി സമയം ഞാൻ ഒരാളെ ഉള്ളൂ കണ്ടെത്താൻ. അപ്പോൾ എല്ലാം കൂടി എനിക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെൻ്റാണ്, അത് ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് ടു ഡു ഇറ്റ് ഫോർ യു. അപ്പം ഇതാവുമ്പോൾ പേഴ്സണലാവും, അല്ല ജനറലാവുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ദിവസമാണെങ്കിൽ എനിക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ പേഴ്സണൽ റീഡിങ് നമുക്ക് അങ്ങനെ പറ്റില്ല. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാനത് ഏറ്റെടുക്കാത്തത്. ഒരു അവധിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ് തുടങ്ങാം. നിങ്ങളുടെ ഇന്ന് ഏർലി മോർണിംഗ് നിങ്ങളുടെ പേഴ്സൺ എണീറ്റ പാടെ നിങ്ങളെക്കുറിച്ച് എന്തായിരുന്നു ചിന്തിച്ചത് എന്ന് നമുക്കൊന്ന് അറിയാം. ഷോർട്ടായിട്ടേ ചെയ്യുള്ളൂ കേട്ടോ. വളരെ കുറച്ച് കാർഡ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് തരാം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, തുടങ്ങാം. ഇത് എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, വീണ്ടും എടുത്തു പറയുകയാണ് കേട്ടോ. എന്നാലും ഒരു മെജോറിറ്റി ആൾക്കാർക്ക് ഇത് റെസനേറ്റ് ആവുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഡിവൈൻ, പ്ലീസ് ഗൈഡ് what were my viewers person thinking about them early in the morning today? What was early morning thoughts of my viewers person about it? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, അവരിഷ്ടപ്പെടുന്ന വ്യക്തി, അവരെ പറ്റി ഇന്ന് രാവിലെ എന്ത് ചിന്തിച്ചുകൊണ്ടാണ് എണീറ്റത്? ക്വീൻ ഓഫ് കപ്സ് തനിയെ വന്നു. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഏർലി മോർണിംഗ് തോട്ട്സ് അവരെക്കുറിച്ച് എന്തായിരുന്നു? Queen of Cups, Ace of Cups, oh, Queen of Wands, എന്താ എല്ലാ ക്വീൻസും കൂടെ? The Magician, Knight of Cups, Queen of Pentacles. എനിക്ക് ഈ 3 ക്വീൻസും ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ഡിവൈൻ, ദ ക്വീൻ, പ്ലീസ് ക്ലാരിഫൈ ദ ക്വീൻ ഓഫ് കപ്സ്. Five of Cups, please clarify. Queen of Wands, Page of Swords, okay, clarify.
Queen of Pentacles. Clarify. Queen of Pentacles. Eight of Swords. Okay. Clarify the Magician. Please clarify the Magician. Six of Swords. Clarify Knight of Cups. King of Wands. Okay. അതാണ് എനിക്ക് അറിയേണ്ടിയിരുന്നത്. ഇവിടെ കുറേ പേരുടെ എനർജി ഒന്നിച്ച് കണക്റ്റ് ആയിട്ടുണ്ട്. പല ടൈപ്പ് ഓഫ് ആൾക്കാരുടെ കണക്റ്റ് ആയിട്ടുണ്ട്. മേജറായിട്ട് രാവിലെ തന്നെ നിങ്ങളെക്കുറിച്ച് വളരെ സ്നേഹത്തോടെ ഓർത്തുകൊണ്ടാണ് ഇവർ എണീറ്റത്. ഓക്കെ, ഇമോഷണലി വളരെ കണക്റ്റഡ് ആയിട്ട് ഇവർ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇമോഷൻസ് ഏത് തരം ഇമോഷൻസ് വെച്ചാൽ ഇവിടെ കൂടുതലായിട്ടും ഞാൻ ക്ലാരിഫൈ ചെയ്തതിൽ സ്നേഹം തന്നെയാണ് പ്രബലമായിട്ട് കാണുന്നത്. നിങ്ങളെ അവർ വേദനിപ്പിച്ചിട്ടുണ്ടെന്നും അവർക്കറിയാം. അങ്ങനെ വേദനിപ്പിച്ചിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് സോറി പറയണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. കിങ് ഓഫ് വോൺസിൻ്റെയും ക്യൂൻ ഓഫ് വോൺസിൻ്റെ എനർജി ഒരുമിച്ച് വന്നതുകൊണ്ട് നിങ്ങളിൽ പലരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാനും സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ മാരീഡാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു സെപ്പറേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്തോ ഒരു വഴക്കൊക്കെ മൂലം. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു അപ്പോളജിയൊക്കെ ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അവരുടെ തെറ്റ് മനസ്സിലാക്കി നിങ്ങളോടൊരു ക്ഷമാപണം ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജ് അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ കാണുന്നുണ്ട്. കാരണം രണ്ട് ക്വീൻസിൻ്റെ പ്രസൻസ് അറ്റ് എ ടൈം കാണുന്നു. കാരണം ഞാൻ ക്വീൻ ഓഫ് വോൺസിന് കിങ് ഓഫ് വോൺസുമായിട്ട് കണക്ട് ചെയ്ത് മാറ്റി. ക്വീൻ ഓഫ് കപ്സും ക്വീൻ ഓഫ് പെൻറ്റക്കിൾസും വരുന്നുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വരുന്ന അവിടെ നിങ്ങളുടെ പേഴ്സൺ അവിടെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. കാരണം അവിടെ ഇവരുടെ ഫൈനാൻസസ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് എന്തെങ്കിലും കാര്യം ഇവരുടെ തേർഡ് പാർട്ടിയുമായിട്ട് കാണും. സേ ഫോർ എക്സാമ്പിൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, അത് സ്പൗസ് ആവാം, മദർ ആവാം, ഫാദർ ആവാം, ആരും ആവാമെന്ന് അല്ലേ. ഇവിടെ ഇപ്പോൾ അമ്മയാണെന്ന് തന്നെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ അച്ഛനാണെന്ന് ഇരിക്കട്ടെ, ജെൻഡർ ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നില്ല. ആ തേർഡ് പാർട്ടിയുടെ കയ്യിലാണ് ഇവരുടെ പൈസ, അതായത് ഇവരുടെ ഇൻഹെറിറ്റൻസ് ഇരിക്കുന്നത്. ഇവർക്ക് പ്രോപ്പർട്ടി ചിലപ്പോൾ അവരുടെ വീട്ടിൽ പറയണ്ടാവും, നിങ്ങൾ ഈ ഇഷ്ടപ്പെട്ട ആളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി തരില്ല എന്ന് പറയാം. അതൊരു സിനാറിയോ. അല്ലെങ്കിൽ ഇവർ മാരീഡാണ്, ഇവരൊരു ഡിവോഴ്സിനൊക്കെ ശ്രമിച്ചാൽ ഈ പേഴ്സണെ ഇവർ സെറ്റിൽ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ തെറ്റുകൊണ്ടാണ് ഈ കല്യാണം ഡിവോഴ്സ് ആവുന്നതെങ്കിൽ നിങ്ങൾ ഈ പേഴ്സണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അത് ഒരു തടസ്സമാണ് അവിടെ. അല്ലെങ്കിൽ ഇവർ ഏണിംഗ് ആയിരിക്കും, അതായത് ഈ തേർഡ് പാർട്ടി ഇവരുടെ സ്പൗസ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, പാരൻ്റ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇവരെ ഡിപ്പെൻഡൻസി വരുന്നുണ്ട് ഫൈനാൻഷ്യലായിട്ട് നിങ്ങളുടെ പേഴ്സണ്. അവിടെയും അവർ അതുകൊണ്ടാണ് ഇവർ സെൽഫ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. മിസ്സിങ് എനർജിയാണ്, വളരെ മിസ്സിങ് എനർജിയാണ്. നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് 24 മണിക്കൂറും. നിങ്ങളുടെ ചിന്തകൾ ഇവർക്ക് നിർത്താനേ പറ്റുന്നില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇവരുടെ ചിന്തകൾ നിർത്താൻ സാധിക്കുന്നുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് അട്രാക്ഷൻ ഉണ്ടോ, ലവ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ തീർച്ചയായിട്ടും പറയുള്ളൂ. കാരണം ഏസ് ഓഫ് കപ്സ് ആണ്. ഏസ് ഓഫ് കപ്സ് ആ ഹൃദയം കൈ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സ്നേഹമില്ലായ്മയൊന്നുമല്ല, വളരെയധികം സ്നേഹം തന്നെയാണ് നിങ്ങളുടെ അടുത്ത്. Divine, please clarify. Will there be any next action from them in this regard? Will there be any next action from them in this regard? Will there be any action? Please tell me if there will be any action from them in this regard. ജഗ്ലിംഗ് ആണ് കേട്ടോ, തീരുമാനമൊന്നും എടുത്തിട്ടില്ല. വരുന്നുണ്ടെങ്കിൽ തന്നെ വളരെ സ്ലോ പേസിലായിരിക്കും. അവരൊന്ന് ക്ഷമയോടെ മാത്രമേ ഈ കാര്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നവർക്കറിയാം. ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്. 7 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് അവിടെ ഫൈനാൻസ് ഒരു വലിയ ഭാഗം വഹിക്കുന്നു കേട്ടോ. നിങ്ങളെ വരണം കാണണമെന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഫൈനാൻസസിൻ്റെ തടസ്സം മൂലം അതൊരു സ്ലോയിങ് ഡൗൺ എനർജിയിലാണ്.
ഒരു ജഗ്ലിംഗ് പീരീഡിലാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ രാശികൾ വന്നിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, പിന്നെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. എല്ലാവരും തന്നെ ഉണ്ട് ഇതിൽ അല്ലേ. സ്പോർട്സും ഉണ്ട്. സ്പോർട്സ് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അതേപോലെ മജീഷ്യൻ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് കണക്റ്റ് ആയിരിക്കുന്ന ടോറസ്, ഋഷഭ രാശി. ഈ ആക്ഷൻ കൂടുതലായിട്ടും ഋഷഭ രാശിക്കാരുടെ സൈഡിൽ നിന്നായിരിക്കും. ബാക്കിയെല്ലാം സ്കാറ്റേഡ് ആണ്, കുറച്ച് കണക്റ്റ് ആയിട്ടുള്ള കപ്സിൻ്റെ എനർജിയാണ് കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീന രാശിക്കാരാണ്. ഋഷഭ രാശിക്കാർക്ക് ശേഷം ഈ രാശിയാണ് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്തായിരിക്കും നിങ്ങൾക്ക് ഇവരുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുക എന്നുള്ളത്. നിങ്ങൾക്കുള്ള ഗൈഡൻസും കൂടെ ഞാൻ ടാരോ തന്നെ എടുക്കാം. ഡിവൈൻ, പ്ലീസ് പ്രൊവൈഡ് ഗൈഡൻസ് ഫോർ മൈ വ്യൂവേഴ്സ് ഇൻ ദിസ് കണക്ഷൻ. ഷുഡ് ദേ വെയിറ്റ് ഓർ മൂവ് ഓൺ? പ്ലീസ് ഗിവ് സം ഗൈഡൻസ് ഫോർ മൈ വ്യൂവേഴ്സ്. Please give guidance for my viewers. 2 കാർഡ് വീണിരുന്നു, അതുകൊണ്ട് എടുക്കാതെ. Please give guidance for my viewers. ഓക്കെ, പേജ് ഓഫ് സ്വാർഡ്സ്. നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചിന്തകൾ നിർത്തുക എന്നാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. കാരണം നിങ്ങളുടെ മനസ്സ് പുതിയ കാര്യങ്ങൾ പഠിക്കാനോ എന്തെങ്കിലും പുതിയ ഹോബി കണ്ടെത്തുകയോ പുതിയ കാര്യങ്ങൾ ചെയ്യാനോ ഒരു പുതിയ ജോലി കണ്ടുപിടിക്കുകയോ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങളുടെ മനസ്സൊന്ന് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യാപൃതപ്പെടുത്തൂ എന്നാണ് ഡിവൈൻ്റെ ആദ്യത്തെ മെസ്സേജ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് വേൾഡ് കാർഡാണ്. വേൾഡ് കാർഡ് വരുന്നവിടെ നിങ്ങൾ കുറച്ച് യാത്രകളൊക്കെ ചെയ്യൂ എന്ന് പറയുന്നു. കാരണം അതും ഈ ഡൈവേർഷൻ തന്നെയാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് നിങ്ങളുടെ മനസ്സ് ഡൈവേർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യൂ. ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടെങ്കിൽ, രാത്രി ഉറക്കമില്ലെങ്കിൽ, അത് ഹീല് ചെയ്യാൻ വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. യോഗ, മെഡിറ്റേഷൻ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങളെ തന്നെ ഹീല് ചെയ്യാൻ ശ്രമിക്കുക. 2 കാർഡ് കൂടെ തരൂ ഡിവൈൻ. Please give more guidance. Sorry. King of Cups. ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇതിന് മൂവ് ഓൺ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്കറിയാം അവർക്ക് സ്നേഹമുണ്ട് എല്ലാമാണ്, അവരുടെ സിറ്റുവേഷനൊക്കെ നിങ്ങൾ മനസ്സിലാക്കി, അവർക്കിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി അവരോട് ക്ഷമിക്കുക. കാരണം നിങ്ങളെ മനഃപൂർവ്വം അവർ ആ സിറ്റുവേഷനെ കൊണ്ട് ഇട്ടതായിരിക്കില്ല, ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നു പോയതാണ്. അങ്ങനെയുള്ള സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ, പൊറുക്കാൻ സാധിക്കുമെങ്കിൽ പൊറുക്കുക. നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് പണയം വെക്കണമെന്നല്ല ഞാനവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. ഏസ് ഓഫ് വോൺസ്. മൂവ് ഓൺ ചെയ്യൂ, പുതിയ റിലേഷൻസ് കണ്ടുപിടിക്കൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾ ജോലി സംബന്ധമായി പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ലൈഫിലൊരു പുതിയ പാർട്ട്ണറെ കണ്ടുപിടിക്കുക കേട്ടോ. ഒരു ലാസ്റ്റ് കാർഡ് കൂടി എടുക്കാം. യാത്രകൾ ചെയ്യൂ, മൂവ് ഓൺ ചെയ്യൂ എന്ന് തന്നെയാണ് ഭഗവാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് വീണ്ടും കേട്ടോ. ഇദ്ദേഹം വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഈ പേഴ്സൺ തിരിച്ച് വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വെയിറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കത്തിലേക്ക് മൂവ് ഓൺ ചെയ്യൂ എന്നാണ് ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഏർലി മോർണിംഗ് തോട്ട്സ്. അതിനുള്ള ഗൈഡൻസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.